ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു 10 മിനിറ്റിൽ എങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആഗോലിയുടെ പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളൊന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ പൊരിക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 ഭാഗം വേവായാൽ മതി. കാരണം നമ്മൾ ദമ്മിലിടുന്ന സമയത്ത് ഫിഷ് ഒന്നും കൂടി വേവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി വേവുന്നതുകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 3/4 ഭാഗം വേവിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഞാൻ പൊരിക്കുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളെ പൊരിച്ച മീനിന് പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ തക്കാളി ഉള്ളി ഫ്രൈ പാനിലിട്ട് വഴറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ തക്കാളി ഉള്ളിയും കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുക്കറിലേക്ക് തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മസാലകളും ചേർത്ത് ഇളക്കിയിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അടി പിടിക്കുന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. കാരണം തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് നല്ല പെർഫെക്റ്റ് ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടും. വേറെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇനി റൈസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ കുക്കറാണ് എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് മസാലകളൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് ബിരിയാണി ഒട്ടിപ്പിടിക്കുകയോ അലിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനി നമ്മൾ 3 കപ്പ് റൈസാണ് ഇവിടെ എടുത്തത്. അതിന് നമ്മൾ 6 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മളെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ തക്കാളി ഉള്ളി ഫ്രൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം അലിഞ്ഞിട്ട് ബിരിയാണീൻ്റെ മസാലക്കൂട്ടിൻ്റെ അതേപോലെ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് സമയം ലാഭിക്കാം, ഗ്യാസ് ലാഭിക്കാം, പെട്ടെന്ന് കഴിയും. നമ്മളെ റൈസ് നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിൽ മൂടിയോണ്ട് തന്നെയാണ് വെച്ചത്. പക്ഷേ അധികം മൂടി ടൈറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ തക്കാളി ഉള്ളി ഫ്രൈ ചെയ്തത് നമ്മളുടെ ഫിഷിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ആക്കിയെടുക്കാം. ഇത് നമ്മൾ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് മീനിനും റൈസിനും ഒരേ ചൂടുണ്ടാകുമ്പോൾ മാത്രമാണ് ഫ്ലേവർ എല്ലാ സ്ഥലത്തും എത്തുള്ളൂ. ഇനി ഞാൻ ദമ്മിടാൻ പോവാണ്. ആദ്യം തന്നെ ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. എന്നാൽ ടേസ്റ്റിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതാ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈസൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫിഷൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് കഴിയും. ഒരു 10 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.